ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് കുറച്ച് മുമ്പാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് കിച്ചുവിൻ്റെ വളർച്ചയിൽ കണ്ണുകടി എന്നാണ് ആ സുഹൃത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിരുവനന്തപുരം വെമ്പായത്തുള്ള ഒരു ദിലീപ് എന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിനുള്ള റിപ്ലൈ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. അതല്ലേ അതിൻ്റെ ശരി. ഹായ്, കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും. കിച്ചുവിനെ പറ്റിയുള്ള വീഡിയോ താല്പര്യമില്ലാത്തവർ കാണണ്ട. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ അഭിപ്രായം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുന്നു. മറന്നുപോലെ അത് ഞാൻ കമൻ്റായിട്ടല്ല പറയുന്നത്, വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. അതല്ലേ എൻ്റെ ശരി. നമ്മൾ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാക്കാൻ വലിയ പാടല്ലേ ഇടവുക, അത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കി പറഞ്ഞാട്ടെ. കിച്ചുപുത്രൻ കിടന്നുറങ്ങുന്നു, ഒരമ്മ ചെന്ന് തലോടുന്നു. കേരളത്തിൻ്റെ ദത്തപുത്രൻ. മോൻ്റെ ഉറക്കം കണ്ട് വീഴ്ചിരിക്കണം ട്രെയിനിനകത്ത്. അമ്മയ്ക്ക് സന്തോഷമായി. ആഹാ, എല്ലാവർക്കും നമസ്കാരം. എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖമല്ലേ? അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീതം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഒരു ലൈക്ക് കൂടി അടിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അതുപോലെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നവർ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വിരൽ തുമ്പ് അതിലോട്ടൊന്ന് ചലിപ്പിച്ചേക്ക്. പിന്നെ അതുപോലെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ക്ലിക്ക് ചെയ്തേക്കും. അപ്പൊ ചെങ്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, വളരെ സന്തോഷം തോന്നി കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയൊരു വീഡിയോ. എന്താ പറയാ, കിച്ചുവിനെ തലോടി ഉറക്കിടക്കുന്ന കിച്ചുവിനെ ഇങ്ങനെ തലോടുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പോൾ കിച്ചുവിന് ഒരു അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അമ്മയുടെ വാത്സല്യം. ഇപ്പൊ ഈ ഒരമ്മ മാത്രമല്ലല്ലോ ദിലീപേ, അമ്മയും അമ്മൂമ്മമാരുടെയും പെങ്ങന്മാരുടെയും പിന്നെ കാമുകിമാരുടെ ഒക്കെ എണ്ണം ശരിക്കും കൂടുന്നുണ്ട്. ശരിക്കുണ്ട്. പിന്നെ ദിലീപേ, ഞാൻ ആദ്യം തന്നെ സുഹൃത്തെ ഒരു കാര്യം പറയാം. ഈ കിച്ചു എന്നുള്ളൊരു കൊച്ചു പയ്യൻ എൻ്റെ മകൻ്റെ പോലും പ്രായമല്ല. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ നമുക്ക് ആർക്കും ഒരു അസൂയൊന്നുമില്ല. വളർന്നു വരണ കൊച്ചു കുട്ടികൾ അവരുടേതായ കഴിവിനനുസരിച്ച് വളർന്നു വരുന്നത്, അല്ലെങ്കിൽ അവരുടെ കഴിവിനനുസരിച്ച് ഒരു വരുമാനം ഉണ്ടാക്കുന്നത് എല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു തെറ്റൊന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ദിലീപേ. അതിനുള്ള മറുപടി തരാം. ഏതൊരു മകനും ആരും മകളോ ആരുമായാലും അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത് തലയിൽ തലോടുന്നത് ഈ പ്രായത്തിലും നമ്മൾക്കും. അല്ലടോ പോയി, ഞാൻ ചോദിക്കട്ടെ, ഈ മാതാപിതാക്കളില്ലാത്ത വളർന്ന ഈ കിച്ചു മാത്രമാണോ? അല്ലല്ലോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് മാത്രം എന്താണോ ആ പെണ്ണുമ്പിള്ള ചെന്ന് മക്കളെ മോനെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു കാലത്ത് ഇനിയിപ്പോൾ ആ പെണ്ണുമ്പിള്ളയുടെ മോളെ കെട്ടിച്ചു കൊടുക്കാനായിരിക്കാം. അതെന്തോ ആവട്ടെ, ഉണ്ടല്ലോ. അതിലൊന്നും ഒരു സഹതാപമൊന്നും ഇല്ല അല്ലേ? എനിക്കിപ്പോഴും എൻ്റെ അമ്മ തലയിൽ തലോടുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നില്ല. ആ ഒരു നിമിഷം കണ്ടപ്പോഴത്തേക്ക് നമുക്കും ഒരുപാട് സന്തോഷം തോന്നി. കിച്ചുവിന് ആ ഒരു സ്നേഹം പെറ്റമ്മയോ വളർത്തമ്മയോ ഒറ്റമ്മയോ ഏതോ ആരുമായാലും ഒരു അമ്മയുടെ സ്ഥാനത്തായാലും അല്ലെങ്കിൽ ഒരു സഹോദര സ്ഥാനത്തായാലും. ദിലീപേ, പെറ്റമ്മയുടേതായാലും വളർത്തമ്മയുടെ സ്ഥാനത്തായാലും 10-11 വയസ്സ് മുതൽ എടുത്ത് വളർത്തിയ ഒരു സ്ത്രീയാണ് രേണുസുതി. ആ സ്ത്രീക്ക് അണ്ണാക്കിലടിച്ചു കൊടുത്തിട്ട് പോയ മോനാണ്. ആ സ്ത്രീയുടെ അടുത്ത് ഒരു മനസാക്ഷിയും കാരുണ്യം കാണിക്കാത്ത ഈ മോനാണോ നാട്ടിൽ കിടക്കുന്ന മറ്റുള്ള അമ്മമാരുടെ അടുത്ത് അവൻ ഒലിപ്പിച്ച് കാണിക്കുന്നത്? എന്നോ ദിലീപേ? ഇത്രയും വർഷം അവൻ്റെ തന്ത കെട്ടിക്കൊണ്ട് വന്ന് പിന്നെ നോക്കി അവൻ്റെ രണ്ടാനമ്മ അല്ലെങ്കിൽ മൂന്നാനമ്മ 10-11 വയസ്സ് പോലും നോക്കിയതാണ്. ആ അമ്മയുടെ അടുത്ത് ഒരു കാര്യങ്ങളും കാണിക്കാത്തവൻ. അവന് പണം മാത്രം മതിയായിരുന്നു. അമ്മ തുണി അഴിച്ചാലും ശരി, സബ്സ്ക്രിപ്ഷൻ ചെയ്താലും മതി, നമുക്ക് പണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയൊക്കെ പറയാം ഞാൻ വഴി. ഒരു സ്നേഹം കിട്ടുകയോ കിട്ടുകയോ ഒരാളുടെ ഒരു കരുതൽ കിട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ശരിയാണ്. സംബന്ധിച്ചിടത്തോളം കിച്ചുവിന് അച്ഛനില്ല, മരണപ്പെട്ടു. കിച്ചുവിന്റെ പെറ്റമ്മയും ഇല്ല, മരണപ്പെട്ടു. മരണപ്പെട്ടു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞ
പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം കിച്ചുവിനെ. അയ്യോ കഷ്ടം. ഈ അനാഥാലയങ്ങളിലോട്ട് ചെന്ന് നോക്കണം. സ്വന്തം തന്തയെ ഉപേക്ഷിച്ച് പോയി ധാരാളം കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. അവരുടെ അടുത്തൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒലിപ്പീര് എന്താണ് ദിലീപേ ഈ കഴിവരുടെ മോനോടത്ത്? കഴിവരെന്ന് വിളിക്കാൻ കാരണം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. പക്ഷെ അതേ സ്ഥാനത്ത് കിച്ചുവിന് കിച്ചുവിന്റെ അച്ഛന്റെ അമ്മ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാനമ്മയായ രേണു ഉണ്ട്. അതുകൊണ്ടുള്ളതും അതൊക്കെ അറിയാലോ. പിന്നെ എന്താണ് അറിയേണ്ടത്? അല്ല, വലിച്ചഴക്കണ്ട. എന്നാലും ദിലീപേ, ഞാനൊരു കാര്യം പറയാമല്ലോ. നമ്മളൊരു വീഡിയോ ചെയ്താലും ഒരു ജോലി ചെയ്താലും അതിനകത്ത് ഒരല്പമെങ്കിലും സത്യസന്ധതയുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു മനസാക്ഷി കുത്തു തോന്നാത്ത രീതിയിൽ നമുക്കൊരു തൃപ്തി മനസ്സിന് വരണം. അല്ലാതെ കാശിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയരുത്. ആ രീതിയിൽ ചെയ്യുന്നത് മോശമാണ്. ഇതിനകത്തൊക്കെ ദിലീപിന് വേണമെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനുള്ള തെളിവുകൾ ഞാൻ തരാം കേട്ടോ. പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല, ചർച്ച ചെയ്യാൻ പിന്നീട്. അപ്പൊ ഇത് അതൊക്കെ ഉള്ള സമയത്തും ഇതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കിച്ചു അതിൽ നിന്നൊക്കെ മുക്തനായി പുറത്തു വന്നു. ഇതുപോലെ തുറന്നു പറഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പൊ തെറ്റുകൾ ചെയ്യാത്ത ആരും തന്നെ ഇല്ല. തെറ്റുകൾ ചെയ്തവരായിരിക്കും. പിന്നെ ദിലീപേ, തെറ്റുകൾ ചെയ്യാത്തവരാരുമില്ല. എന്നാൽ അതിനകത്ത് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നുമ്പോൾ മനസ്സിനകത്ത് ഒരു പശ്ചാത്താപമെങ്കിലും ഉണ്ടാവണം. അതാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത്. കുറേ ഇരുന്നോട്ട് വെളുപ്പിക്കുന്നുണ്ടല്ലോ ദിലീപ്. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അവൻ്റെ സാഹചര്യം കൊണ്ടാണ്, മറ്റതാണ്, കൊക്കാണ്, കോണാണ്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഇവൻ കൊച്ചായിരുന്നപ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ എവിടെ നിന്ന് പൈസ കിട്ടി? പിന്നെ ഈ ഒരാൾ, ഞാനിപ്പോൾ വീഡിയോ ഇടാൻ വന്നിരുന്ന ഇങ്ങനെ നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയോട് ഓരോന്ന് പറയുകയാണ്. ഞാൻ പറയുന്നത് 100% വിശ്വാസമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവൻ സുധി എന്ന കലാകാരൻ്റെ അച്ഛൻ എന്ന മോനായതുകൊണ്ട് നിങ്ങളൊക്കെ അറിയുന്നു. അവൻ പറയുന്നത് എല്ലാം നിങ്ങൾക്ക് വേദവാക്യമായിരിക്കാം. എന്നാൽ സത്യങ്ങൾ അറിയുമ്പോൾ ആ വേദവാക്യം മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴോ നമ്മളൊരു ജോലി ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സിന് കുറച്ചെങ്കിലും തൃപ്തി വരണം. ഞാൻ ചെയ്യുന്നതിനകത്ത് സത്യസന്ധത ഉണ്ട് എന്ന് മനസ്സിലാക്കണം ദിലീപേ. അല്ലാതെ കാശിന് വേണ്ടിയിട്ട് എന്തും തോന്നിയ ദിവസം വിളിച്ച് പറയുന്നു. ജീവിതത്തിൽ തെറ്റുകൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ആ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് ആ തെറ്റായി. ഒരു തെറ്റ് ചെയ്തു, അത് മനസ്സിലാക്കി പശ്ചാത്തപിച്ചു, ആ തെറ്റ് തിരുത്തി വീണ്ടും നല്ല ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ ക്രൂശിക്കാണിക്കരുത്. ആരാണ് ക്രൂശിക്കാൻ നിന്നത്? കാരണം ഇത് പറയാൻ കാര്യം, അവൻ തെറ്റ് തിരുത്തി നല്ല രീതിക്ക് തെറ്റൊക്കെ തിരുത്തി ഇനി ആ ലഹരി കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ദിലീപേ, ഈ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിമർശിച്ച്, നിങ്ങളെപ്പോലുള്ളവർ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങൾ റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത് ദിലീപേ. ഇന്നിപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും കേൾപ്പിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം ദിലീപേ. ഞാനും ഒരു അച്ഛനാണ്. ചിലപ്പോൾ ദിലീപിന് ആൺമക്കളുണ്ടോ എന്ന് അറിയത്തില്ല. എങ്കിലും ഞാനൊരു അച്ഛൻ എന്നുള്ള നിലയിൽ ഈ കൊച്ചു പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-11 വയസ്സ് മുതൽ ആ സ്ത്രീ രേണു കൊണ്ടുപോയി വളർത്തി. രേണു മാത്രമല്ല, ഇവന് ആദ്യം മുതൽ തന്നെ ഇവൻ ഒരു കോളനിയിലാണ് താമസിച്ചിരുന്നത്. അവിടെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ഇവൻ ദിവസവും പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, വീട്ടിൽ നിന്നുള്ള ആഹാരം കഴിക്കത്തില്ല. ആ പാവപ്പെട്ട കലാകാരൻ സുധി കയ്യിൽ നിന്ന് പൈസ വേണമെന്ന് നിർബന്ധിച്ച്, ചിലപ്പോൾ ആ മനുഷ്യൻ്റെ കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പല അവൻ തന്നെ പറഞ്ഞു ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ അനാവശ്യ ചിലവിന് വേണ്ടിയിട്ട് ഇപ്പം വന്ന് പൈസ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. 100, 200, 500 അല്ല 1000, 2000 ഒക്കെയാണ് ഓരോ പ്രാവശ്യം ചോദിക്കുന്നത്. ഇവൻ ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഒരാഴ്ച കൊണ്ട് കിടക്കും. അത് കഴിയുമ്പോൾ കൊണ്ടുവന്ന് പണയം വെച്ച് പുട്ടടിക്കും, അല്ലെങ്കിൽ അത് വിൽക്കും. അതുപോലെ പല രീതിയിലും ഇവൻ കടങ്ങൾ വാങ്ങിച്ച് എല്ലാം ആ രീതിയിൽ വിലസി നടന്ന മോനാണ്. പിന്നെ റൂമിനകത്ത് അടച്ചിരുന്നു എന്നൊക്കെ ഞങ്ങളുടെ പറയാം, കൊണയിലടിക്കുന്ന കേട്ടല്ലോ. അത് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന പറഞ്ഞു. എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഈ സ്വന്തം അമ്മ മരിച്ചുപോയതിന് ശേഷം ആ കുഞ്ഞിനെ ഈ സ്റ്റേജിൻ്റെ പുറക്കിലും, അതുപോലെ തന്നെ അപ്പം ഞാനൊരു പിതാവാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഭാര്യ നോക്കാനില്ല. ചിലപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് ചിലപ്പം എവിടെയെങ്കിലും കൊണ്ട് കിടത്തിയിട്ട് അതിന് ആഹാരം കൊടുത്ത് അവിടെ കിടത്തിയിട്ട് അല്ലെങ്കിൽ കളിക്കാൻ ഇരുത്തിയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അത്രത്തോളം കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ വളർത്തിയിട്ട് ഒരുവിധം കാക്കെടുക്കുന്ന പരുവം കഴിഞ്ഞപ്പോൾ ഇവൻ എന്താണ് ചെയ്തത്? സ്വന്തം അച്ഛനെ അടിച്ചു. ഒരിക്കലും ഇനി ഏവനൊക്കെ വന്നിരുന്ന് വിളിപ്പിച്ചാലും ശരി ഈ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരത്തില്ല. കാരണം നമ്മുടെ മാതാപിതാക്കളൊക്കെ മേൽ കൈവെക്കുന്ന ഒരുത്തൻ
അവൻ ഒരിക്കലും മകനല്ല, മനുഷ്യനല്ല. ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട്, ദിലീപും പറയുന്നുണ്ട് പരന്താമൻ പല തെറ്റുകളും ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ താനൊന്ന് വിളിച്ച് പറയാത്തെന്തായിരുന്നു? അല്ലെങ്കിൽ കിച്ചു നീ ചെയ്തത് ശരിയെ തെറ്റാണ് എന്ന് നിങ്ങളെപ്പോലെയുള്ള ആർക്കെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ദിലീപിന് സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ വാടോ പോയി, ഞാൻ എൻ്റെ എല്ലാ തെളിവുകളും തരാം, ഒരു ദിവസം ഇച്ചിരി മെനക്കെട്ടാം. ഈ പറയുന്ന ഞാൻ കള്ളം പറയുകയല്ല ദിലീപേ. അപ്പോൾ നമ്മൾ വന്നിരുന്ന് ന്യായീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് ആത്മാർത്ഥത നമുക്ക് കാണിക്കുക. സ്വന്തം അച്ഛനെ അടിച്ച ഒരുത്തനെ ഈ ലോകത്ത് ഞാൻ എത്ര പുണ്യാളനായാലും ശരി ദിലീപേ, ഞാൻ അംഗീകരിക്കത്തില്ല. അവൻ ആ കൈ പൊക്കാനുള്ള ആരോഗ്യം ഉണ്ടാക്കി കൊടുത്ത ഈ അച്ഛനാണ്. അതുപോലെ ഏതൊരു വീട്ടിലായാലും ശരി അമ്മയെ വാനോളം പുകഴ്ത്തും, അമ്മ അതിൻ്റെ കൺകണ്ട ദൈവമാണ് മറ്റാന്നൊക്കെ. എന്നാൽ ഒരു അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ഏതെങ്കിലും മക്കളോ ഭാര്യയോ തിരിച്ചറിയുന്നുണ്ടോ? അവർക്കറിയാനുള്ള മനസ്സ് വന്നിട്ടില്ല. ഒരു പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഉള്ള കഴിവ് ഇവർക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പിതാവ് കുടുംബത്തിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ അവൻ്റെ മരണം വരെ കിടന്ന് കഷ്ടപ്പെടുന്നത് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ആ സ്വന്തം അച്ഛനെ അടിച്ച ഈ നായിൻ്റെ മോനെ ഒരിക്കലും അവൻ ഇനി എത്ര ഉയരങ്ങളിലെത്തിയാലും ഇവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല, വേറെ ഏവൻ സപ്പോർട്ട് ചെയ്താലും ശരി. കേട്ടോ ദിലീപേ, അവൻ എത്ര ഉയരങ്ങളിലെത്തിയാലും അവൻ രക്ഷപ്പെട്ട് വരട്ടെ, അത് നല്ലൊരു കാര്യം തന്നെ. അതിൽ നമുക്ക് 100% സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവന് ഒരു ശകലം ഒരു കുറ്റബോധം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇങ്ങനെ വീഴ്ച വന്നു എന്ന് അവൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഈ കേരളക്കര ഇപ്പം ഈ വളർത്തുപുത്രനായിട്ട് കൊണ്ട് ആ ട്രെയിനിൽ ഉണ്ണി വാവാന്ന് പറഞ്ഞ് താരാട്ടുന്ന ആ കഴിവറ മക്കൾ വരെ ചവിട്ടിയെടുത്ത് വിളിക്കളയും. അങ്ങനത്തെ ഏറ്റവും വലിയ തന്തയില്ലാത്തവരാണ് അവൻ കാണിച്ചിട്ടുള്ളത്. കേട്ടോ ദിലീപേ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ബൈ.